ലഘുഭാസ്കരീയം എന്ന ഗ്രന്ഥം, ബൃഹത് ഭാസ്കരീയം എന്ന ഗ്രന്ഥം, വടേശ്വരാചാര്യന്റെ വടേശ്വര സിദ്ധാന്തം എന്ന ഗ്രന്ഥം, ആര്യ സിദ്ധാന്തം എന്ന ആര്യഭടൻ രണ്ടാമന്റെ സിദ്ധാന്തം, സിദ്ധാന്ത ശിരോമണി എന്ന ഭാസ്കരാചാര്യ രണ്ടാമന്റെ ഗ്രന്ഥം എല്ലാം നോക്കിയാൽ ഒന്ന് മനസ്സിലാവും. എന്താ അറിയോ, പണ്ട് ഇന്റർനാഷണൽ ഡേ ടൈം രേഖ കടന്നുപോയത് ഭാരതത്തിൽ കൂടിയായിരുന്നു. അതെങ്ങനെയാ ശങ്കരനാരായണൻ എഴുതിയിരിക്കുന്നത് അറിയാമോ? ലങ്കായാം ഏകം ശംഖുകീലം പ്രതിഷ്ഠാപ്യ. ശ്രീലങ്കയില് ഒരു കമ്പ്, ഒരു മരത്തിന്റെ കഷ്ണം ആണിയടിച്ച് അല്ല തറയ്ക്ക, ആണിയടിച്ചിട്ടല്ല മണ്ണിൽ തറയ്ക്ക. ഏകം സൂത്രം ബദ്ധ്വ, അതിലൊരു ചരട് കെട്ടുക. സൂത്രാഗ്രമന്യത് മേരോരുപരി ബദ്ധ്വ, ആ ചരടിന്റെ മറ്റേറ്റം ആർട്ടിക്കോഷ്യനിൽ കെട്ടുക. അർത്ഥം മനസ്സിലായോ? ലങ്കായാം ഏകം ശംഖുകീലം പ്രതിഷ്ഠാപ്യ. ലങ്കയില് ഒരു വിറകിന്റെ കഷ്ണം അടിച്ച് താഴ്ത്തിയിട്ട് അതിലൊരു ചരട് കെട്ടുക. ഏകം സൂത്രം ബദ്ധ്വ സൂത്രാഗ്രമന്യത് മേലോരുപരി ബദ്ധ്വ, ആ ചരടിന്റെ മറ്റേറ്റം ആർട്ടിക്കോഷ്യന്റെ മുകളിൽ കെട്ടുക. യത് രേഖാ ദൃശ്യത്തെ, ആ ചരട് പോകുന്ന വഴിയിലൂടെ ഏത് രേഖയാണോ കാണുന്നത്, തത് രേഖ, അത് ദേശാന്തര വിധായിനി, അത് ഇന്റർനാഷണൽ ഡേ ലൈൻ ആണെന്ന് മനസ്സിലാക്കാം. അവന്തി വാത്സ്യപുരി സുരാലയ ഹിമാലയാൻ അവഗാഹ്യ സ്ഥിതാരേഖ ദേശാന്തര വിധായിനി. ആ രേഖയിൽ വരുന്ന 16 രാജ്യങ്ങളുടെ പേര് AD 628 ഭാസ്കരാചാര്യർ ഒന്നാമൻ എഴുതിയ പുസ്തകത്തിൽ, രഘുഭാസ്കര്യത്തിലും ബൃഹത് ഭാസ്കര്യത്തിലും ഉണ്ട്. പുസ്തകം രണ്ടും എൻ്റെ കയ്യിലുണ്ട്. ആ ഗംഭീരമായിട്ടുള്ള ഇന്റർനാഷണൽ ലൈൻ കാൽക്കുലേഷൻ മുഴുവനും സമയരേഖയുടെ ഇടതുവശത്ത് വലതുവശത്തുനിന്ന്. അന്ന് ഗ്രീൻവിച്ച് രേഖയേ ഉണ്ടായിട്ടില്ല. അന്നുള്ളത് ഭാരതത്തിലെ AD 628, കാലത്രയായി AD 628 എഴുതിയ ലഘുഭാസ്കര്യത്തിലും ബൃഹത് ഭാസ്കര്യത്തിലും ഇന്റർനാഷണൽ ഡേ ലൈൻ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാകണം. ഇത് കുറേ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളതാണ്. ഞാൻ ജസ്റ്റ് ലങ്കായാം ഏകം ശംഖുകീലം പ്രതിഷ്ഠാപ്യ ഏകം സൂത്രം ബദ്ധ്വ സൂത്രാഗ്രമന്യത് മേരോരുപരി ബദ്ധ്വ യത് രേഖാ ദൃശ്യത്തെ തത് രേഖാ ദേശാന്തര വിധായിനി എന്ന് എഴുതിയ ഭാരതത്തിന്റെ മക്കളായിട്ട് ജനിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് ഞാനും നിങ്ങളും. പ്രണാമം, നമസ്കാരം.